സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത് നമ്മുടെ ആമാശയവും കുടൽ അല്ലെങ്കിൽ യൂട്രസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇൻവോളണ്ടറി ആണെന്ന് പറയാം. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം നമ്മുടെ നാക്ക് അങ്ങനെയുള്ള മുഖത്തെ കുറച്ച് മാംസപേശികൾ ഉപയോഗിച്ച് നമ്മുടെ ആമാശയത്തിലോട്ട് തള്ളിവിടുന്നു. ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺട്രോളില്ല. പിന്നെ ആമാശയം ആ ശരീരം ആ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നു, ചെറുകുടലോട്ട് വിടുന്നു, ചെറുകുടൽ ആ ഭക്ഷണം ദഹിപ്പിക്കുന്നു, വൻകുടലോട്ട് വിടുന്നു. അതിൻ്റെ അവസാനം വൻകുടൽ അതിനെ പുറത്തേക്ക് കളയാൻ സമയമാകുമ്പോൾ നമ്മളെ സെൻസ് ചെയ്യിപ്പിക്കും. നമ്മളത് നമ്മുടെ അവസാനത്തെ മലദ്വാരത്തിൽ പേശികൾ ഉപയോഗിച്ച് ആ സാധനത്തിന് പുറത്തേക്ക് കളയുന്നു. അകത്തേക്ക് പ്രവേശിക്കുന്നതും അവസാനത്തെ പുറത്തേക്ക് കളയലും മാത്രമാണ് നമുക്ക് റോളുള്ളത്. അതിനിടയിലുള്ള ഈ ഭക്ഷണത്തിൻ്റെ മൂവ്മെൻറ്റിൽ നമുക്ക് നമ്മുടെ ബ്രെയിനോ അല്ലെങ്കിൽ നമുക്കോ യാതൊരു റോളുമില്ല. അത് വർക്ക് ചെയ്യണം. നമുക്കിടയ്ക്ക് വെച്ചിട്ട് ആമാശയത്തിനൊന്ന് ശ്വാസം പിടിച്ചിരുത്തിയിട്ട് അവിടെ നിൽക്കട്ടെ, നാളെ നേരം കഴിഞ്ഞിട്ട് ചെറുകുടലോട്ട് വിടാം, ഇനി ചെറുകുടലിലെത്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവിടെ നിൽക്കട്ടെ, ഈ പിറ്റേ ദിവസം വൻകുടലോട്ട് വിട്ടാൽ മതി, അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത് അതിൻ്റെ ഒരു ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെയും ഇൻവോളണ്ടറി മസിൽസ് എന്നാണ് പറയുക. ഇനി സ്കെൽറ്റൽ മസിലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്താണ് സ്കെൽറ്റൽ മസിൽ? സ്കെൽറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്ന പോലെ സ്കെൽറ്റനായിട്ട് ബന്ധപ്പെട്ട സ്കെൽറ്റന് സപ്പോർട്ട് അങ്ങനത്തെ ഒരു മസിൽ ആയതുകൊണ്ടാണ് ശാസ്ത്രം അതിനെ സ്കെൽറ്റൽ മസിൽ എന്ന് പേരിട്ടത്. നമ്മുടെ കാൽപാദം മുതൽ ഉച്ചി വരെ നമ്മുടെ ശരീരത്തിൻ്റെ സ്കെൽറ്റനോട് കൂടി നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പും നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾക്കും സഹായിക്കുന്ന ഈ മസിലിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അതിനൊക്കെ PhD എടുത്ത ഒരുപാട് ഡോക്ടർമാരും സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ടാവും.